പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 20-ാം ദിനം വാടക വീട്ടിലെ താമസക്കാർ ONV കുറുപ്പിൻ്റെ സുന്ദരമായ കവിതയിൽ ഇപ്രകാരം ഒരു പരാമർശമുണ്ട്. വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങുന്ന ഭാര്യ വീടിൻ്റെ മുൻപിൽ വാടാമല്ലി നട്ടുമുളപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ഭർത്താവ് പറഞ്ഞു, ഇത് വാടക വീടാണ്, ഇറങ്ങിക്കൊടുക്കേണ്ടതാണെന്നറിയില്ലേ? ഭാര്യ സമ്മതിച്ചു, ശരിയാണ്, ഇത് വാടക വീടാണ്, ഇറങ്ങിക്കൊടുക്കേണ്ടത് എന്നാണെന്ന് അറിയുകയുമില്ല. എങ്കിലും ഈ വീടിൻ്റെ മുൻപിൽ ഒരു വാടാമല്ലി വെച്ച് പിടിപ്പിച്ച് അത് പിന്നിൽ അവശേഷിപ്പിച്ച് കടന്നു പോകുന്നതിന് ഒരു സുഖമില്ലേ? ശരിയാണ്, സുന്ദരമായ ഈ ലോകം ഒരു വാടക വീട് മാത്രമാണ്. ഈ വാടക വീടിന് മുൻപിൽ ഒരു വാടാമല്ലി നട്ടുപിടിപ്പിച്ച് അത് പിന്നിൽ അവശേഷിപ്പിച്ച് കടന്നു പോകുന്നത് ഒരു സൗഭാഗ്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സുന്ദരമായ ഒരിടത്ത് സൗജന്യമായി നാം താമസിക്കുന്നതിന് സ്വയം കൊടുക്കേണ്ട വാടക തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും നല്ല പ്രവൃത്തികൾ. ഈ ലോകം വിട്ടുപോകുമ്പോൾ ലോകത്തെ കൂടുതൽ സുന്ദരമാക്കാൻ പറ്റിയോ എന്നൊരു ചോദ്യത്തിനേക്കാൾ ലോകത്തെ മോശമാക്കാതെയെങ്കിലും പോയോ എന്ന ചോദ്യമായിരിക്കും നമ്മുടെ ഉള്ളിൽ നിറയുക. മനിലയിലെ ഒരു മജിസ്ട്രേറ്റിനെ കുറിച്ച് ഇപ്രകാരം വായിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഭാര്യയും രാവിലെ നടക്കാനിറങ്ങുമ്പോൾ നടക്കുന്ന വഴിയിലുള്ള ചപ്പുചവറുകൾ വെറുതെ പെറുക്കിക്കളയും. അതൊരു ശീലമായി അവർക്ക് മാറി. നടവഴികളെ ചവറു വിമുക്തമാക്കുക എന്ന സുന്ദരമായ ഒരാശയം അത് പിന്നെ വഴിനടത്തക്കാർ ഏറ്റെടുത്തു. ആ വഴിയിൽ പിന്നീട് ആരും ചപ്പുചവറുകൾ ഇടാതെയായി. എല്ലാവരും അവരവരുടെ എക്സർസൈസിൻ്റെ ഭാഗമായി ആ വഴി ഒരുക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ യുവസമൂഹം അവിടെ ഒരു ഗാർഡൻ രൂപപ്പെടുത്തി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ നടവഴി ഏറ്റവും സുന്ദരമായ നടവഴിയായി മാറി. യഥാർത്ഥത്തിൽ ഈ മജിസ്ട്രേറ്റും ഭാര്യയും എന്താണ് ചെയ്തത്? അവർക്ക് ചെയ്യാവുന്ന ചെറിയൊരു കാര്യം വലിയ മനസ്സോടെ ചെയ്തു. ഇങ്ങനെയൊരു കവിതാ ശകലമുണ്ട്. ആരാണ് ഏറ്റവും നന്നായി ഈ നടവഴിയിലൂടെ നടക്കുന്നത്? നടവഴിയിലെ തടസ്സക്കല്ല് മാറ്റുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും നല്ല നടത്തക്കാരൻ. പ്രിയമുള്ളവരെ, ഈ കൊച്ചു ജീവിതത്തെ കുറച്ചുകൂടി സുന്ദരമാക്കി മാറ്റാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് ശ്രമിക്കാം. എനിക്ക് എന്ത് ലഭിച്ചു, ലഭിച്ചില്ല എന്നതിൻ്റെ കണക്കുകൾ നിരത്തുന്നതിനപ്പുറം ഞാൻ ഈ ലോകത്തിനും എൻ്റെ ചുറ്റുപാടുകൾക്കും എന്ത് നൽകി, ഞാൻ എന്ത് നൽകിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഇനി എന്ത് നൽകുമെന്ന് നമ്മോട് തന്നെ ചോദിക്കുന്നതല്ലേ കുറച്ചുകൂടി ആഴമുള്ളൊരു ജീവിതം നമുക്ക് സമ്മാനിക്കുക. ഇതായിരിക്കട്ടെ ഇന്നത്തെ ധ്യാനം. സസ്നേഹം, ഈപ്പനച്ചൻ.